നമുക്ക് ഞാവൽപ്പഴം പിച്ചാൻ കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഞാവൽപ്പഴം പിടിച്ചത്. പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മൂന്നോ നാലെണ്ണം പിടിച്ചെന്ന് പറഞ്ഞ് തേജു അങ്ങോട്ട് കൊണ്ടുപോയി എന്നെ. അപ്പോൾ 2 തറയിൽ കിടപ്പുണ്ട് കേട്ടോ. അതെൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ അതെടുക്കണ്ട. അപ്പോൾ അത് പ്രാണികൾക്ക് തന്നെ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും. ഒരെണ്ണം താഴെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എത്തി കുത്തി തോട്ടിയൊന്നും വേണ്ടായിരുന്നു. ഞാനത് പറിച്ച് കഴിച്ചേ. പിന്നെ 4 ഉണ്ടായിരുന്നു മുകളിലാണ്. തേജു ഓടിപ്പോയി തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് പറിച്ച്. അപ്പോൾ 4 പേർക്ക് ഓരോന്നായിട്ട് പാത്രത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊരു കോളിഫ്ലവറിൻ്റെ അച്ചാർ കാണിക്കാം, പെട്ടെന്ന് ചെയ്യാം. അതേപോലെ വേവിക്കാത്ത പച്ചക്കറി തിന്നുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ കോളിഫ്ലവർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞായിട്ട് അടർത്തിയെടുത്ത് ഒരു പാത്രത്തിലാക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചില്ലി പൗഡർ, പിന്നെ കാശ്മീരി പൗഡർ, കായം, എണ്ണ ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ വേണമെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ പകുതി. ഞാനിവിടെ പകുതിയേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കോളിഫ്ലവറിൻ്റെ അച്ചാർ കിട്ടും. 2 ദിവസമൊക്കെ ഇരിക്കും.